അദ്ദേഹം ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും നമ്മൾ ഉപേക്ഷിച്ച ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ വഴിക്ക് നിങ്ങൾ അങ്ങ് പോകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ആവർത്തിക്കുന്നു, ഈ ചെങ്കൊടി പ്രസ്ഥാനത്തെ, ഞങ്ങളുടെ നേതാക്കന്മാരെ, മുഖ്യമന്ത്രിയെ, ഈ സർക്കാരിനെ മറുനാടൻ പോലും ഇപ്പോൾ പറയാൻ തയ്യാറില്ലാത്ത അപവാദങ്ങൾ ഉപയോഗപ്പെടുത്തി ആക്രമിച്ചു കളയാമെന്നാണെങ്കിൽ, അങ്ങനെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നാൽ ആരായാലും ഞങ്ങളുടെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലെല്ലാം ഈ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ഏരിയ കമ്മിറ്റികൾ, ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റികൾ, അവരെല്ലാം സഹകരിച്ചവരാണ്. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മെജ കൊണ്ടാണ് ഇവിടെ മുനിസിപ്പാലിറ്റി കിട്ടിയത്, അമരമലം പഞ്ചായത്ത് കിട്ടിയത്, പോത്തുകല്ല് പഞ്ചായത്ത് കിട്ടിയത്, അതെല്ലാം ഞാൻ വലിച്ചു താഴെയിടും എന്നാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരാളുണ്ടായിരുന്നു. ആരാണ് എന്നൊന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമല്ല. 10-31 കൊല്ലം വലങ്കായി നടന്ന ഒരാൾ. അയാളെ പോലും വലിച്ചു കൊണ്ടുപോകാനുള്ള ശക്തി മിസ്റ്റർ PV അൻവർ നിങ്ങൾക്കില്ല എന്നതാണ് അനുഭവം. പിന്നെ സ്വാഭാവികമായും നമ്മുടെ ഒരു MLA, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇടപെടലില്ലേ ഉണ്ടല്ലോ. അദ്ദേഹവും നമ്മളുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ് മുനിസിപ്പാലിറ്റി ജയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലല്ലേ എടക്കര പഞ്ചായത്ത്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലല്ലേ മൂത്തേടം പഞ്ചായത്ത്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലല്ലേ വഴിക്കടവ് പഞ്ചായത്ത്, അദ്ദേഹമല്ലേ MLA. ഈ സ്വാധീനം എന്തേ അവിടെ ജയിക്കാതിരുന്നു? അദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റമാണ് എന്നൊന്നും നമ്മൾ പറയില്ല. അപ്പൊ സ്വാധീനം അത് വല്ലാതെ ഊതിപ്പിടിപ്പിക്കരുത്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വഴികളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ വഴിയിൽ പോകുന്നതിന് ഒരു വിരോധമില്ല. പക്ഷേ നിലമ്പൂരിലെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളെ ഇല്ലാ കഥകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. അതൊന്നും ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പോൾ PV അൻവറിന് മറുപടി പറയുക എന്ന് മാത്രമല്ല, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIM-ന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതുകൂടിയാണ് ഈ വിശദീകരണ യോഗത്തിൻ്റെ ഉദ്ദേശം. നിരവധി നേതാക്കന്മാർ സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കിടക്കുകയാണ്. ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും നമുക്കേറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ സഖാവ് വിജയരാഘവനാണ്. സഖാവ് വിജയേട്ടനെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഈ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലും ഒരുപക്ഷെ തൻ്റെ പ്രായത്തെ പോലും മറന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉജ്ജ്വലമായ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി സഖാവ് EN മോഹൻദാസ്, അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മുതിർന്ന നേതാവ്, പ്രത്യേകിച്ച് നിലമ്പൂര് മുമ്പ് MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അൻവറിനോട് പറയാനുള്ളത്, അൻവർ കളിച്ചതിൻ്റെ എത്രയോ ഇരട്ടി കളി കണ്ടയാളാണ് അദ്ദേഹം. ഈ യോഗത്തിലുണ്ട്. അദ്ദേഹത്തെ TK അംസാക്കയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സഖാവ് ശശികുമാർ, സഖാവ് ഷൗക്കത്ത്, സഖാവ് VP അനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരെയും ഈ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ എല്ലാ ഇടപെടലും നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കൂടിയായ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് സൈനാത്ത ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് PK സേനബയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.